നമസ്കാരം. കേരളത്തിലെ വളരെ പ്രശസ്തമായ ആലപ്പുഴ തുമ്പോളി പള്ളി സെൻറ് തോമസ് ചർച്ച് തുമ്പോളി യേശുവിൻ്റെ അമ്മയുടെ അമലോത്ഭവ ഗർഭധാരണത്തിനായി സമർപ്പിച്ചിരിക്കുന്നതും വിശുദ്ധ തോമാസ് ലീഹായുടെ നാമത്തിൽ അറിയപ്പെടുന്നതുമായ ഒരു കത്തോലിക്ക തീർത്ഥാടന പള്ളിയാണ്. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഇടവകകളിൽ ഒന്നാണിത്. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന പുരാതന പള്ളിയാണിത്. കൂടാതെ അതിൻ്റെ പാരമ്പര്യങ്ങളുടെ കാലവും സാംസ്കാരിക പ്രാധാന്യവും കാരണം മൈനർ ബസലിക്ക പദവിക്ക് പരിഗണിക്കാൻ ഇത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് അനുവദിക്കപ്പെട്ടാൽ ഇന്ത്യയിലെ 35ാമത്തെ അത്തരത്തിലുള്ള ബസലിക്കയായി തുമ്പോളിയിലെ സെൻറ് തോമസ് പള്ളി മാറും. 5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു പ്രമുഖ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ സെൻറ് തോമസ് പള്ളി തുമ്പോളിയെ കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി. സംസ്ഥാന സർക്കാർ ഇത് കേരള സംസ്ഥാനത്തിൻ്റെ തീർത്ഥാടന ടൂറിസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുമ്പോളി മാതാവിൻ്റെ അമലോത്ഭവ ഭാവമായ തുമ്പോളി പെരുന്നാൾ എന്ന ചരിത്രപരമായ തിരുനാൾ എല്ലാ വർഷവും നവംബർ ഡിസംബർ മാസങ്ങളിൽ 19 ദിവസങ്ങളിലായി പള്ളിയിൽ ആഘോഷിക്കുന്നു. വ്യത്യസ്ത ജാതികളിലും മതങ്ങളിലുമുള്ള ആളുകൾ ഇതിലേക്ക് തീർത്ഥാടനം നടത്തുന്നു. 6ാം നൂറ്റാണ്ടിൽ മർത്തോമ ക്രിസ്ത്യാനികൾ തുമ്പോളിയിൽ സ്ഥിരതാമസമാക്കി. അവർ ആദ്യം പുൽത്തകിടിയും തട്ടും കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ പള്ളി സ്ഥാപിച്ചു. AD 820 അനുബന്ധ മുത്തപ്പൻ കുരിശിന്റെ നിർമ്മാണത്തോടൊപ്പം തുമ്പോളിയിൽ ക്രിസ്തീയ ആചാരണവും തീർത്ഥാടനവും സ്ഥാപിക്കപ്പെട്ടു. 1200 വർഷത്തിലേറെയായി ഈ പാരമ്പര്യം തുടരുന്നു. കല്ലിലും മരത്തിലും നിർമ്മിച്ച നിലവിലെ പള്ളിയുടെ നിർമ്മാണം 1600 ആരംഭിച്ചു 1730 പൂർത്തിയായി. പള്ളിക്കെട്ടിടം പൂർത്തീകരിച്ചതിന് ശേഷം തുടർച്ചയായി 300 വർഷങ്ങൾ പിന്നിട്ടതിൻ്റെ ഓർമ്മയ്ക്കായി നിലവിലെ പള്ളി സ്ഥാപിച്ചതിന് ഏകദേശം 430 വർഷങ്ങൾക്ക് ശേഷം 2030 ഒരു ജൂബിലി വർഷാഘോഷം നടത്താൻ തീരുമാനിച്ചു. AD 6ാം നൂറ്റാണ്ട് മുതൽ തുമ്പോളിയിൽ ഒരു ചെറിയ ക്രിസ്ത്യാനി സമൂഹം സ്ഥിരതാമസമാക്കി. അവിടെ ക്രിസ്തീയ പാരമ്പര്യം ആരംഭിച്ചു. തോമാപ്പള്ളി എന്ന പേരിൽ ഒരു ചെറിയ പള്ളി സ്ഥാപിക്കപ്പെട്ടു. AD 820 സിറിയയിലെ ബിഷപ്പുമാരായ മാർ സബോറും മാർ പ്രോത്തും മനക്കോടത്ത് നിന്ന് കൊല്ലത്തേക്കുള്ള യാത്രാമധ്യേ തുമ്പോളി സന്ദർശിക്കുകയും അവിടെ മുത്തപ്പൻ കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. നിലവിലെ സെൻറ് തോമസ് പള്ളി ആദ്യത്തെ പള്ളിയുടെ സ്ഥലത്താണ് പുൽത്തകിടിയും തട്ടും കൊണ്ടുള്ള ഒരു ചെറിയ കെട്ടിടം. നിലവിലെ പള്ളിയുടെ അടിസ്ഥാന വർഷം 1600 ആയിരുന്നു. 1730 ശിലാകെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 1550നും 1600നും ഇടയിൽ പാരീസിൽ നിന്നും ഇറ്റലിയിൽ നിന്നും അറബിക്കടലിലൂടെ സഞ്ചരിച്ച ഒരു കപ്പൽ ശക്തമായ കാറ്റും തിരമാലകളും ഉണ്ടായപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് കപ്പലിൻ്റെ ഒരു പ്രത്യേക അറയിൽ സൂക്ഷിച്ചിരുന്ന യേശുവിൻ്റെ അമ്മയായ മറിയയുടെ പ്രതിമയ്ക്ക് മുന്നിൽ കപ്പലിൻ്റെ ക്യാപ്റ്റൻ പ്രാർത്ഥിച്ചു. കടലും കാലാവസ്ഥയും ശാന്തമായി. കപ്പൽ തുമ്പോളി തീരത്ത് ഉറച്ചു. ദർശനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ക്യാപ്റ്റൻ തുമ്പോളി പള്ളിയിൽ ആ പ്രതിമ വണങ്ങാൻ വിട്ടു. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി തുമ്പോളിയിൽ ദൈവമാതാവിൻ്റെ പ്രതിമ മതപരമായ ആചാരങ്ങളോടെ ആരാധിക്കപ്പെട്ടു. ചരിത്ര വസ്തുതകളെ അടിസ്ഥാനമാക്കി ഇത് പറയാൻ കഴിയും. തുമ്പോളിയമ്മ കപ്പലോട്ടക്കാരി അമ്മയെന്നും നാവികരുടെ അമ്മയെന്നും വിളിക്കപ്പെടുന്നു. പള്ളിയുടെ പിന്നിലുള്ള തീരദേശ റോഡിനടുത്തുള്ള കുരിശിൽ തുമ്പോളി മാതാവിൻ്റെ മറ്റൊരു വലിയ പ്രതിമയുണ്ട്. ഭക്തർ പ്രതിമകളിൽ പ്രത്യക്ഷപ്പെടലുകളും രൂപമാറ്റങ്ങളും കാണുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നു. മറ്റൊരു ഐതിഹ്യമനുസരിച്ച് പള്ളിയുടെ നിർമ്മാണ വേളയിൽ അർദ്ധരാത്രിയിൽ തുമ്പോളി മാതാവിൻ്റെ വിശുദ്ധ പ്രതിമയും ആഭരണങ്ങളും 2 കള്ളന്മാർ മോഷ്ടിക്കാൻ വന്നു. അവർ പ്രതിമ എടുത്തുകൊണ്ടുപോയി. ആനക്കവാടം വരെ പള്ളിയുടെ മുൻവശത്ത് എത്തിയപ്പോൾ പ്രതിമ വളരെ ഭാരമുള്ളതായി തീർന്നു. അവർക്കത് ഉയർത്താനോ ഒരു ചുവട് പോലും നീക്കാനോ കഴിഞ്ഞില്ല. അപ്പോൾ കള്ളന്മാരിൽ ഒരാൾ ദേഷ്യത്തോടെ അമ്മയുടെ വലത് കവിളിൽ നുള്ളാൻ തുടങ്ങി. അപ്പോൾ പള്ളിയിലെ മണികൾ സ്വയം മുഴങ്ങാൻ തുടങ്ങി. അവർ നേരിടുന്ന പ്രശ്നം മനസ്സിലാക്കി. അവർ ഓടി ഒളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു ഭ്രമത്തിലായതുപോലെ അവർ പലതവണ പള്ളിക്ക് ചുറ്റും ഓടിക്കൊണ്ടിരുന്നു. ശബ്ദം കേട്ട് ഉണർന്ന് നാട്ടുകാർ ഓടി വന്നു. കള്ളന്മാർക്ക് കൊള്ളയടിക്കാൻ കഴിയുന്ന സാധനങ്ങൾ ഇല്ലാതെ പോയി. പക്ഷേ അന്നു മുതൽ പ്രാദേശിക വിശ്വാസമനുസരിച്ച് ആ ദിവസം നൽകിയ നുള്ളൽ മൂലം അമ്മയുടെ കവിളിലുണ്ടായ മുറിവ് ഇളം ചുവപ്പ് നിറത്തിൽ കാണാൻ കഴിയും. 1680 തുമ്പോളിപ്പള്ളി അവസാനമായി അഗ്നിക്കിരയായി. പള്ളിയിൽ കത്തിച്ചിരുന്ന ഒരു വിളക്ക് മറിഞ്ഞു വീണു. പള്ളി തീപിടിച്ച് നശിച്ചു. എന്നിരുന്നാലും തുമ്പോളി അമ്മയുടെ പ്രതിമ തീജ്വാലകൾക്ക് വിധേയമാകാതെ സുരക്ഷിതമായി കിടക്കുന്നതായി ആളുകൾ കണ്ടു. ഇതൊരു വലിയ അത്ഭുതമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു.